ഹായ് കൂട്ടുകാരെ, കുറച്ച് ഉപകരണങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് എൻ്റെ തൊടിയിൽ നിൽക്കുന്ന മുളങ്കൂട്ടങ്ങളാണ്. പാലക്കാട്ടുകാർ ഇതിനെ പരിവായ്ക്കൂട്ടമെന്നും പറയും. ഇതിൻ്റെ അരി വെച്ച് പായസം ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ തടി തോട്ടിക്കോലായിട്ട് ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മുള്ള് വേലി കെട്ടാനും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ തടി കൊണ്ട് ധാരാളം കാർഷിക വൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് കമ്മാട്ടിപ്പായയാണ്, ഓലപ്പായ എന്നും അറിയപ്പെടുന്നു. ഇത് തെങ്ങിൻ്റെ ഓല, ഉണങ്ങിയ ഓല വെള്ളത്തിലിട്ട് ഈർക്കിലെടുത്ത് കളഞ്ഞ് ആ ഓല കൊണ്ട് നെയ്തെടുക്കുന്ന പായയാണിത്. ഇത് നടുവിന് നല്ല ബലവും ഉറപ്പും നൽകുന്നത് കൊണ്ട് തന്നെ ഇതിനെ പണ്ട് കാലത്ത് സ്ത്രീകളൊക്കെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഈ ഒരു പായയിലാണ് കിടന്നിരുന്നത്. ഈ ഒരു പായയാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് കോണോട് കോൺ ആയിട്ടാണ് നെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിലാണ് അവർ മടഞ്ഞിട്ടുള്ളത്. ഇത് വല്ലോട്ടിയാണ്, വലിയ വട്ടി എന്ന പേരിൽ അറിയപ്പെട്ട വല്ലോട്ടി. ഇതിൽ നെല്ല് ധാരാളം കൊട്ടിവെക്കും. വേനൽക്കാലമായാൽ ഇതിൽ ഉണങ്ങിയ ഇലകളൊക്കെ വാരിയെടുത്ത് കൊണ്ടുപോയി പാടത്ത് കൊണ്ട് കൊട്ടി കരിച്ചെടുത്ത വളം കൃഷിക്ക് ഉപയോഗിക്കുന്നു. സാധനങ്ങൾ ഇട്ട് വെക്കാനാണിത് ഉപയോഗിക്കുന്നത്. വല്ലവട്ടി, വല്ലോട്ടി അല്ലെങ്കിൽ വലിയ വട്ടി. ഇതിന് നല്ല വലിപ്പമാണ് ഉള്ളത്. മുളയുടെ തണ്ടുകൊണ്ട് തണ്ട് ചീന്തി ഇങ്ങനെ മെടഞ്ഞെടുക്കും. മുളയുടെ കമ്പ് കട്ടിയാക്കി അതിൻ്റെ വായയിൽ വെച്ച് ചുരുട്ടി കൊടുക്കുകയും ചെയ്യും. ഇത് ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഉണ്ട്, സൂക്ഷിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് വട്ടിയാണ്. ഈ വട്ടിയിൽ 4-5 പറ നെല്ല് എടുത്തുകൊണ്ടുപോയി വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി അറയിൽ കൊട്ടിവെക്കും. സാധനങ്ങൾ എടുക്കാനാണ് ഈ വട്ടി ഉപയോഗിച്ചിട്ടുള്ളത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുമ്പളങ്ങ, മുതിര, ചെറുപയർ, കടല ഇതൊക്കെ ഇങ്ങനത്തെ വട്ടികളിലാക്കിയിട്ടാണ് ചുമടായി എടുത്ത് പണിക്കാർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇത് വലിയ വട്ടിയും ചെറിയ വട്ടിയും, അതായത് വല്ലോട്ടിയും ചെറിയോട്ടിയും. ഇതിൻ്റെ വലിപ്പ വ്യത്യാസം അറിയാൻ വേണ്ടിയാണ് ഞാനിത് രണ്ടും ഒരുമിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ വട്ടിയിൽ കൊട്ടുന്ന നെല്ല് വല്ലോട്ടിയിൽ കൊട്ടിവെക്കും. ഇത് ആളുകളൊക്കെ വരുമ്പോൾ കൈകാൽ കഴുകാൻ വേണ്ടി വെള്ളം നിറച്ച് വയ്ക്കാറുള്ള മണ്ണിൻ്റെ തൊട്ടിയാണ്, തൊട്ടി. ഇതിപ്പോഴും വീട്ടിൽ ഉണ്ട്. ഇത് പാത്രം കഴുകാനും മറ്റും ഉപയോഗിക്കുന്നു. ഇത് കളമുറമാണ്, കളമുറം. മുളയുടെ തണ്ട് ചീന്തി എടുത്ത നാരിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഉറപ്പുള്ള ഈ മുറം നെല്ല് ആക്കി വട്ടിയിൽ കൊട്ടാൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല വളങ്ങൾ കൃഷിക്ക് എറിയാനും ഒക്കത്ത് വെച്ചെറിയാനും ഉപയോഗിക്കുന്നു. ഇത് ചേറണമുറം എന്നാണ് അറിയപ്പെടുന്നത്. ചേറുന്ന മുറം, ചേറണമുറം. ഇതിലാണ് അരി ചേറുന്നത്, നെല്ല് ചേറുന്നത്. കളമുറം കൊണ്ടാണ് നെല്ല് കാറ്റത്തിടുന്നത്. പതിരൊക്കെ കളയാൻ വേണ്ടി കളമുറം കൊണ്ടാണ് നെല്ല് കാറ്റത്തിടുന്നത്. ഇത് കൊട്ടക്കയിൽ എന്നറിയപ്പെടുന്നു. മുള കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നെല്ല് പുഴുങ്ങിയെടുത്ത് അത് വാരി വട്ടിയിലാക്കാൻ അല്ലെങ്കിൽ കളമുറത്തിലാക്കാൻ ഈ ഒരു കയ്യിൽ ഉപയോഗിക്കുന്നു. മുളയുടെ തണ്ടുകൊണ്ടാണ് ഇതിൻ്റെ പിടി. മുളയുടെ തണ്ടുകൊണ്ട് തന്നെയാണ്, ചീന്തിയെടുത്ത നാരുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൊട്ടയുടെ ഭാഗം നെയ്തെടുത്തിട്ടുള്ളത്. ഇത് കോറക്കല്ലാണ്. പണ്ട് കാലത്ത് ഞാനൊക്കെ ഇതിൽ ഒരുപാട് അരങ്ങിയിട്ടുണ്ട്. കോറക്കല്ലിൽ ധാന്യം അരങ്ങുക എന്നാണ് പറയുക. ഇത് വട്ടത്തിൽ ചുറ്റിയാണ് കറക്കുന്നത്. ഇതിന് പിടിയുണ്ട്. ഇതിൻ്റെ നടുക്കിങ്ങനെ ഇട്ട് കൊടുക്കും ധാന്യങ്ങൾ, അത് അരങ്ങിയെടുക്കും. അതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പൊടി പൊടിക്കാനും ഉപയോഗിച്ചിരുന്നു. ഇത് കുഴികുത്തി. ഇതുകൊണ്ടാണ് ചെടികളൊക്കെ കുഴിച്ചിട്ടിരുന്നത്. കുഴികുത്തി. ഇത് ഉലക്കയാണ്. ഉരലും ഉലക്കയും.
ഉരൽ മരത്തിൻ്റെ ആയതുകൊണ്ട് അത് ഉപയോഗിക്കാതെ കേടുവന്നു പോയി. ഇപ്പോൾ ഇതാ ഉലയ്ക്ക മാത്രമായി. ഇത് പല്ലാങ്കുഴിയാണ്. ഇത് വെച്ചാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ കണക്ക് പഠിച്ചിരുന്നത്. പല്ലാങ്കുഴി കളിക്കാൻ പല്ലാങ്കുഴി.